ഒരു മെഗാ ഷോ, ഓണത്തിന് പറ്റിയൊരു വിഭവം. പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം കൂടി ചേർത്തിട്ടൊരു കലക്കൻ ഐറ്റം. പുള്ളി ബില്ലിയാർഡ്സ് കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആളാണ്. പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ട്. അതൊന്നും പുറത്ത് ആർക്കും അറിയില്ല. കാരണം അന്നത്തെ റഹ്മാൻ തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര, കാരണം ഒരു ശരിക്കും അന്നൊരു ഡ്രീം പോലെയാണ്. ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മറ്റൊരു 2020. ഹലോ, വെൽക്കം ടു ഏക് ദൗതി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലയാളികളുടെ സ്വന്തം ടിനി ടോമാണ്. ടിനി ചേട്ടാ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ ഇപ്പോൾ ഏറ്റവും പുതിയ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞത് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ റിലീസായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സന്തോഷം. നിറഞ്ഞ ആഴുമാണ് തിയേറ്ററിലെല്ലാം. അതെ അതെ, ഒരു മെഗാ ഷോ, ഓണത്തിന് പറ്റിയൊരു വിഭവം. പാട്ട്, ഡാൻസ്, ഫൈറ്റ് എല്ലാം കൂടി ചേർത്തിട്ടൊരു കലക്കൻ ഐറ്റം ആണ്. അതെ അതെ അതെ. ബാഡ് ബോയ്സിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, റഹ്മാൻ ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നേക്കാണല്ലേ. പണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും റഹ്മാൻ ഫാൻസ് ആണ്. ഇപ്പോൾ എല്ലാവരും ആണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാനൊക്കെ എന്തായാലും ആണ്. ഞാൻ എൻ്റെ സ്കൂൾ ടൈമിൽ എൻ്റെ ഫാനായിട്ടുള്ളതാണ്. പിന്നെ ഗ്യാപ്പ് എന്ന് പറയുന്നത് പുള്ളി തെലുങ്കിലും തമിഴിലൊക്കെ ചെയ്യണോണ്ടാണ്. പുള്ളി പിന്നെ റെസ്റ്റ് ആൻഡ് വർക്കാണ്. പുള്ളിയുടെ പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് ഗ്യാപ്പ് എടുക്കുന്നതല്ല, പുള്ളി ബില്ലിയാർഡ്സ് കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആളാണ്. പിന്നെ ഫോട്ടോഗ്രാഫി ഉണ്ട്. അതൊന്നും പുറത്ത് ആർക്കും അറിയില്ല. അപ്പം അതിനുവേണ്ടി കുറേ നല്ലൊരു പീരീഡ് പുള്ളി ഫ്രീഡം അനുഭവിക്കേണ്ട സമയത്ത് 16-17 വയസ്സിൽ സിനിമയുടെ എന്തായാലും ഹെക്റ്റിക്കായിട്ടുള്ള വർക്കായിരിക്കും, കാശ് കിട്ടും. ഓക്കെ, പുള്ളി എൻജോയ് ചെയ്തിട്ടില്ല ശരിക്കും. ഇപ്പം ഫ്രീഡം എൻജോയ് ചെയ്യണം പുള്ളി. ഇപ്പോൾ ടിനിച്ചേട്ടൻ റഹ്മാൻ സാറിനോട് അഭിനയിച്ചപ്പോൾ പഴയ മൂവീസിൻ്റെ ഒരു മെമ്മറീസിലൂടെയൊക്കെ പോയിട്ടുണ്ട്? അല്ല, ഞാൻ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ എല്ലാവരുമായിട്ടും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ മമ്മൂട്ടി, മോഹൻലാൽ, റഹ്മാൻ എന്നും പറഞ്ഞാണ് സിനിമകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമായിട്ട് മാത്രം എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ റഹ്മാൻ തന്നെയാണ് എൻ്റെ മുന്നിലിരിക്കുന്നതെന്ന് എനിക്ക് ഭയങ്കര, കാരണം ഒരു ശരിക്കും അന്നൊരു ഡ്രീം പോലെയാണ്. കാരണം ഭയങ്കര ഫാനാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ നമ്മൾ ആഗ്രഹിച്ചതാണിത്. നമ്മൾ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നാണ്, കഴിവിനേക്കാൾ കൂടുതൽ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ഒരു പാഷനാണ് അവിടെ എത്തിച്ചത്, ആ ഒരു ആഗ്രഹമാണ് അവിടെ എത്തിച്ചതെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പുള്ളിയോടൊപ്പം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ലാംഗ്വേജിൽ പോയി വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെ ഓരോ ആക്ടിങ്ങിൻ്റെ ഒരു മോഡുണ്ടല്ലോ, ചിലപ്പോൾ ഓവർ ഡൂ ആണ് വേണ്ടത്. ഈ സിനിമയിൽ ഓവർ ഡൂ ആണ്, അമിതാഭിനയം വേണം. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടാണ് മലയാളത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു താളവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം തമിഴ് അഭിനയിച്ചിട്ടുണ്ട്, തെലുങ്കിൽ എങ്ങനെയാണ്, മലയാളത്തിൽ എങ്ങനെയാണ്, അങ്ങനെ 3 ഇതുണ്ടല്ലോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മറ്റൊരു 2020 ഭയങ്കര മൾട്ടി കാസ്റ്റ് ഉള്ള മൂവിയാണല്ലോ. ഇതിന്റെ നറേഷൻ, അതായത് ടിനിച്ചേട്ടൻ ഈ സ്റ്റോറി കേട്ടപ്പോ ഇതിന്റെ ഏത് ഒരു എലമെന്റ് കേട്ടിട്ടാണ് ഇത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തത്? അത് കഥ പറഞ്ഞു വരുമ്പോൾ ക്യാരക്ടേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 80s മുതലുള്ളത് ഈ 2024 ധ്യാൻ വരെ ഉള്ളവർ. അപ്പോൾ ഓരോ സീനിലും ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിൽ അങ്ങനെയുള്ള സിനിമയിൽ ഇപ്പം ശങ്കർ സാർ അഭിനയിച്ചിട്ടുണ്ട്, ശങ്കരേട്ടൻ. പുള്ളി ഒരു സീനിൽ വന്നു. പക്ഷെ ഇത്രയും കാസ്റ്റ് ഉള്ളൊരു സിനിമയിൽ ത്രൂ ഔട്ട് എനിക്കൊരു ക്യാരക്ടർ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാസ്റ്റിംഗ് ആണല്ലോ. പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്നതല്ല, കുറച്ച് ആഘോഷം നമുക്ക് പെർഫോം ചെയ്ത് നമ്മുടെ ഭാഗം നന്നാക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ ചെയ്യാത്തൊരു ജോണറാണിത്, ഈ ഗാങ്സ്റ്റർ കോമഡി എന്നും പറഞ്ഞിട്ട്. അതങ്ങനത്തെ ചെയ്തിട്ടില്ല. ഇപ്പം ഈ ആവേശമൊക്കെ ആ ടൈപ്പായിരുന്നു. അതൊന്നും എപ്പോഴും കിട്ടുകയില്ല. കാരണം അത്രയും കളർഫുള്ളും അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ, അപ്പം പോലെ ഒരു പ്രൊഡ്യൂസർ ഉള്ളതുകൊണ്ടാണ്. കാരണം അതിന് കാശ് എറിയണം. കാരണം ഓരോ ഫൈറ്റിനും ഓരോ ഡാൻസിനും ഓരോ കൊറിയോഗ്രാഫേഴ്സാണ്. അങ്ങനെയൊക്കെ ചെയ്താലേ അത് കളറാവുള്ളൂ. അപ്പം അതുപോലെ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയും നല്ലൊരു ഡയറക്ടറുമാണ്. കാരണം പുള്ളിയുടെ ഒരു സർപ്രൈസ് ഉണ്ടാവും എന്തായാലും. പിന്നെ ഞാൻ എന്തിനാണ് വേറെ എവിടെ പോകാനാണ്, എനിക്ക് ഹോളിവുഡിൽ പോകാനോ വേറെ പണി, ഇവിടെ വേറെ അന്വേഷിച്ചിരുന്നിട്ട് കാര്യമില്ല. ഏറ്റവും നല്ല സിനിമ അതായിരുന്നു ഓണത്തിനുള്ള. അപ്പം അതിൻ്റെ ഭാഗമായി. ചേട്ടൻ ഇപ്പോൾ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ചേട്ടൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ലുക്കൊക്കെ മമ്മൂക്കയുടെ മല്ലയ്യ ചട്ടമ്പിനാടിലെ അത് ശരിക്കും അതിൻ്റെ റെഫറൻസ് തന്നെ ഇട്ടതാണോ? അല്ല, നമ്മൾ ഇവരൊക്കെ കണ്ട് തന്നെയാണല്ലോ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡ്സ് ആയിരിക്കും ഒമർ ഇട്ടത്. പക്ഷെ അതിൻ്റെ അകത്തൊരു ക്ലൈമാക്സ് ഉണ്ട് എൻ്റെ ക്യാരക്ടറിന്, അത് റഹ്മാൻ സാറ് പറഞ്ഞു തന്നാണ്. അപ്പോൾ അതില്ല, സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ അല്ലായിരുന്നു പോകുന്നത്. അത് കുറച്ച് ഡെവലപ്പായതാണ്. കാരണം
ഹീറോയിൻ, അതായത് റഹ്മാൻ സാറിൻ്റെ വൈഫായിട്ടുള്ള ചെറിയൊരു സീനുകളൊക്കെ, അതായത് അവരായിട്ട് ചെറിയ ലിങ്ക് ചെയ്തിട്ടുള്ള ലവ് ട്രാക്കൊക്കെ വർക്ക് ചെയ്തത് സിനിമ തുടങ്ങിയതിന് ശേഷമാണ്. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇയാൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്, കണ്ണാടിയുടെ അത് നമ്മൾ പറഞ്ഞതിൻ്റെ ഇത് പോയല്ലോ. അപ്പൊ അതെല്ലാം ഇതിന് ശേഷം ഉണ്ടായതാണ്. അത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നു, നമ്മൾ പെർഫോം ചെയ്യുന്ന പറയുമ്പോൾ ഡയറക്ടർ കുറച്ച്, ഏത് ഡയറക്ടർ നമുക്ക് സപ്പോർട്ട് ചെയ്യും, അങ്ങനെ വന്നാണ്. ഇപ്പോൾ ഷീലു എബ്രഹാം, ഷീലു ചേച്ചി ഒരു റീല് കണ്ടതാണ്, ഈ മൂവി ഇറങ്ങുന്നതിന് മുന്നേ ടിനു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മൂവി ഹിറ്റാവുന്ന. ഇത് ഹിറ്റ് എലമെന്റ് ഉണ്ടെന്ന് മനസ്സിലായിരുന്നു. അല്ല, അവരുടെ 15 സിനിമകളിൽ എനിക്ക് ഒന്ന് ഏറ്റവും അഭിപ്രായം കിട്ടിയ ഒരു സിനിമയാണിത്, ബാഡ് ബോയ്സ് എന്നുള്ളത്. അത് നമ്മൾ ചെന്ന് അഭിനയിക്കുമ്പോൾ തന്നെ എല്ലാ സിനിമക്കും അങ്ങനെയല്ല, നമുക്ക് അറിയാൻ പറ്റില്ല എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ ഇതിനൊരു വൈബ് ഉണ്ടായിരുന്നു, എല്ലാവരുടെയും കൂടി ഒരു കൂട്ടായ്മ. ഏതൊരു സീൻ ചെയ്യുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ നമ്മുടെ ഭാഗം ചെയ്തിട്ട് കുറച്ച് സപ്പോർട്ടൊക്കെ കൂടുതലുള്ള ആർട്ടിസ്റ്റ് തരും. ഇതങ്ങനെയല്ല. ഇപ്പം അടുത്ത സീനിൽ ഞാനില്ലെങ്കിലും ആ സീനിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. ഞാനുള്ള സീനിൽ ഇപ്പോൾ ബിബിൻ ജോർജും ഇവരൊക്കെ ഇല്ലെങ്കിൽ അവരെനിക്ക് പറഞ്ഞു തരിക. സാധാരണ സ്ക്രീനിലാണ് ഈ ഗിവ് ആൻഡ് ടേക്ക് എന്നൊക്കെ പറയുന്നത്. ഇതങ്ങനെയല്ല, ഗിവിങ് മാത്രമായിരുന്നു, എടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല, നമുക്ക് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടും. പിന്നെ ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോഴും ഒരു സിനിമയുടെ ബിഗിനിങ് ടു എൻഡ് വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഞാനൊരു ജോലിസിനൊന്നുമല്ല ഈ സിനിമ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെ, മനസ്സിലാവും. അപ്പം എന്തായാലും ബാഡ് ബോയ്സ് ഒരു വശത്തേക്ക് വെച്ചിട്ട് ടിനു ചേട്ടനെ കുറിച്ച് തുടങ്ങാം. എന്നെ കുറിച്ച് എന്താ, എല്ലാവർക്കും അറിയാവുന്ന ഇതാണ്, തുറന്ന പുസ്തകമാണ്. പുതിയ കാര്യങ്ങൾ പറയാനും ഇല്ല. പിന്നെ മോൾ എന്തെങ്കിലുമൊക്കെ ഇതുവരെയായിട്ടും ചോദിക്കാത്ത കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പറയാനുള്ളത് കൃത്യം പറയാറുണ്ട്, അതിന് എയറി കയറാറുണ്ട്, ഇടയ്ക്ക് വയറിലാവാറുണ്ട്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തുറന്ന പുസ്തകമാണ്. ശരിക്കും ട്രോളൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്? അത് ഞാനും ചെയ്തുകൊണ്ടിരുന്ന ജോലിയാണല്ലോ. അപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയിലുള്ള ഒരു കോമഡി പരിപാടിയാണ് ട്രോൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ നല്ല ക്രിയേറ്റീവ് സെൻസ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ, കറക്റ്റ് കുറുക്കി കൊള്ളണമെങ്കിൽ. അപ്പോൾ അതിന് നല്ല എഴുത്തുകാരും നല്ല ചിന്തയുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ആ ഒരു സെൻസിലാണ് എടുക്കുക. അതെ. അപ്പോൾ ടിനു ചേട്ടൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പട്ടാളത്തിലെ ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ പക്ഷെ ആദ്യം ചെയ്തത് മെമിക്സ് ആക്ഷൻ 500 അല്ല? വിക്കിപീഡിയയിൽ പഠിച്ചേക്കണത്. അതെ. ഇപ്പൊ എല്ലാരും വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ അകത്ത് പറഞ്ഞേക്കണത് ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല, പക്ഷെ നമുക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടണമെങ്കിൽ അതേ രക്ഷയുള്ളൂ. അല്ലാണ്ട് എൻ്റെ വീട്ടിൽ ഇന്നലെ വന്നിരുന്ന എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ. പറയുന്നതൊക്കെ കറക്റ്റ് തന്നെയാണ്. മെമിക്സ് ആക്ഷൻ 500നെ കുറിച്ചുള്ള മെമ്മറീസ്. മെമിക്സ് ആക്ഷൻ 500 ഒരു വലിയ സ്ക്രീനിൽ വന്നം എന്ന് ആഗ്രഹിച്ചിട്ട് ആദ്യമായിട്ടൊരു സിനിമാറ്റിക് ക്യാമറ, അന്ന് ഫിലിമാണ്, ആ ആഗ്രഹം പൂർത്തിയായത് അതാണ്. കാരണം അതിൽ ഒരുപാട് മിമിക്രിക്കാരുണ്ടായിരുന്നു. അതിൽ ചെല്ലുക എന്ന് വെച്ചാൽ ഇതുപോലെ ഇന്നത്തെ പോലെ തന്നെയാണ്, ഓഡീഷനാണ്. 10-100 പേരുടെ ഇടയിൽ നമ്മൾ സെലക്ട് ചെയ്തു. അതൊരു തുടക്കമാണ്, സ്റ്റാർട്ടാണ്. പിന്നെ സിനിമയിൽ നമ്മൾ മുഖം കാണിച്ചാൽ പിന്നെ അത് നിർത്തി പോകില്ല, പിന്നെ റിപ്പീറ്റായിട്ട് അടുത്തതിനേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം ഇനി അതിനേക്കാൾ കൂടുതൽ വേണം. എപ്പോഴും നമ്മൾ ആഗ്രഹങ്ങൾ കൂടി വരുള്ളൂ സിനിമ. അതെല്ലാം നമുക്ക് ഇങ്ങനെ ആ ഫയറായിട്ട് ഇങ്ങനെ നിൽക്കുന്നതല്ലേ. ഇത്ര ചെയ്തിട്ട് അന്ന് ഇത്രയും ചെയ്തു മതിയാക്കാം, സാച്ചുറേറ്റഡ് ആയി, അങ്ങനെ ഉണ്ടാവില്ല. സിനിമാക്കാരും അല്ലെങ്കിൽ കലാകാരന്മാരും രാഷ്ട്രീയക്കാരും അങ്ങനെയാണ്. രാഷ്ട്രീയക്കാർക്കും ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയായി വീണ്ടും ആവാൻ ആഗ്രഹിക്കും. ആ ഒരു അതൊരു സ്റ്റാർഡം തന്നെയാണത്. ശരിക്കും ഒരു രാജാവിൻ്റെ പോലെ ജീവിക്കുന്ന ഒരു ഇതാണ്. അപ്പം അത് മാത്രമല്ല, നമുക്ക് അഭിനയിച്ച് നമ്മൾ വേറൊരാളായി മാറുന്നു. കാരണം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാളല്ലേ ആവാൻ പറ്റുള്ളൂ, സിനിമയിൽ പല ആൾക്കാരാവാം. അപ്പം അതൊരു ഇതാണല്ലോ. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടിനു ചേട്ടൻ ചെയ്തതിൽ മൂവീസിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എന്നും ഓർത്തിരിക്കുന്നത് സിനിമാല അല്ലെങ്കിൽ അതേപോലെ 5 സ്റ്റാർ തട്ടട, അതൊക്കെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ഈ ഒരു ടൈപ്പ് പരിപാടി ഉണ്ടായിരുന്നത് ബെഡായി ബംഗ്ലാവ് ആയിരുന്നു. ഞാനില്ല, അല്ല അതല്ല ഉദ്ദേശിച്ചത്, അങ്ങനത്തെ പ്രോഗ്രാം അതിനുശേഷം അധികം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആ TV ഷോസ് അതിന് ഇപ്പൊ യൂട്യൂബിലേക്ക് മാറി ആൾക്കാർ. എൻ്റെ TV എടുത്ത് ഞാൻ വെച്ച് ന്യൂസിന് വേണ്ടി വെച്ച് കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യണില്ല. അപ്പോഴാണ് ആലോചിക്കുന്നത് TV വെക്കാറില്ല, എപ്പോഴും എല്ലാവരും മൊബൈലിൽ ന്യൂസോ ഇപ്പോൾ സീരിയലൊക്കെ കാണണമെങ്കിൽ. എൻ്റെ അമ്മയാണ് പിന്നെ സീരിയൽ കാണാൻ വേണ്ടിയിട്ട്. അമ്മ എൻ്റെ വീട്ടിലല്ല, വേറൊരു ഫ്ലാറ്റിലാണ്. അപ്പോൾ ആ TV നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ പോയി കാണുന്നു. അപ്പം ഒരു റൂമിൽ, ഹോട്ടൽ റൂമിലേക്ക് എന്നാലും ആരും TV ഉണ്ടാകുന്നല്ല, വൈഫൈയെ നോക്കുള്ളൂ.
ഇപ്പോൾ കാലഘട്ടം മാറുന്നതനുസരിച്ചാണ്. എൻ്റെ മോനൊക്കെ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്തേക്ക് പോകില്ല, വൈഫൈ കണക്ഷനെ നോക്കും. എല്ലാം കിട്ടുമല്ലോ ഇപ്പോൾ. ഇപ്പം എല്ലാം കയ്യിലിരിക്കണല്ലോ. അപ്പൊ ഇനി അതുപോലെ ചേട്ടന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കലാകാരന്മാരും എല്ലാരെയും കൂടി ഒരു എന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ തിക്കൃഷി ഇപ്പൊ പിഷാരടി ചേട്ടനായാലും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന കലാകാരന്മാരുണ്ടല്ലോ, അവരെല്ലാരും കൂടെ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം ഇനി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അല്ല, നമ്മൾ അസോസിയേഷൻ ഉണ്ടല്ലോ, പക്ഷെ അതിനൊക്കെ ഒരു കാലഘട്ടം ഉണ്ട്. നമ്മളിപ്പോ ചെയ്തവരെല്ലാം ഓരോന്നാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ സവാരി ഗിരിഗിരി എന്ന് പറഞ്ഞൊരു, അതാണ് ഫസ്റ്റ് റിയാലിറ്റി ഷോ ഇൻ TV. ഞാനും പക്കറും കൂടി ചെയ്തത് റിയാലിറ്റി ഷോ ആയിരുന്നത്. അതിനുശേഷം സിനിമാല ചെയ്തിട്ടുണ്ട്. സിനിമാലയാണ് ആദ്യം ചെയ്തത്, പിന്നെ 5 സ്റ്റാർ തട്ടുകട, പിന്നെ റിയാലിറ്റി ഷോസ് തുടങ്ങി. അതിൽ ജഡ്ജായിട്ട് വന്നു. അങ്ങനെ അപ്പോൾ ഓരോ ഇതാണ്. വീണ്ടും നമ്മൾ പഴയതിലേക്ക് 1-ാം ക്ലാസ്സിൽ പോയിരുന്നിട്ട് കാര്യമില്ല, 10 പാസ്സായിട്ട്. അപ്പോൾ ജനങ്ങളുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറി തുടങ്ങി. അപ്പോൾ അതിനനുസരിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലൊരു പ്രോഗ്രാം നമുക്കിനി പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുപോലത്തെ പ്രോഗ്രാം ജനങ്ങൾ എടുക്കില്ല, സ്പോൺസേഴ്സ് ശ്രദ്ധിക്കില്ല. അതാണ് നമ്മൾ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം തന്നെ കണ്ടുകൊണ്ട് ആൾക്കാർക്ക് മതിയായിട്ടുണ്ടാവും. അപ്പം നമ്മൾ പുതിയ മുഖങ്ങൾ ഏകദേശം 1200 ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നു. നമ്മൾ പക്ഷെ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്, അവരിൽ നിന്ന് പഠിക്കുകയാണ്, അവർക്കൊരു ജീവിതം കൊടുക്കുകയാണ്. അല്ലാതെ ഞാൻ എൻ്റെ വീടെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ ഞാൻ ഇരിക്കുള്ളൂ അവിടെ. അപ്പോൾ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നമ്മളൊരു വഴിയൊരുക്കി കൊടുക്കുക അവർക്ക്. അതാണല്ലോ നമ്മുടെ മുന്നേ പോയവരും ഒരുക്കി തന്നിരിക്കുന്നത്. അവരൊരുക്കിയ വഴിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും. ഇപ്പം ടിനി ചേട്ടനെ ഓർക്കുമ്പോൾ നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കലി വേറൊരാളെയും കൂടെ ഓർമ്മ വരും. ഓട്ടോമാറ്റിക്കലി എന്തായാലും ഒരാളെയും കൂടെ ഓർമ്മ വരും എന്തായാലും. ഇപ്പോൾ ഉദാഹരണത്തിന് ബൂസ്റ്റ് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഓർമ്മ വരില്ലേ? അതുപോലെ ടിനി ചേട്ടൻ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഗിന്നസ് അജയൻ ചേട്ടനെ ഓർമ്മ വരും. ഇപ്പം എല്ലാവർക്കും അറിയാം ചേട്ടനും ടിനിച്ചേട്ടനും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിൻ്റെ കാര്യമൊക്കെ. പക്ഷെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഭയങ്കര ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ എന്തായാലും അത് സംഭവിക്കുന്നതാണത്. ഓരോരുത്തർ ചേരുമ്പോൾ ഒന്നാമത് ഞങ്ങൾ തമ്മിൽ മത്സരമില്ല. കാരണം അവന് കിട്ടേണ്ട വേഷം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് കിട്ടേണ്ട വേഷം അവനും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരൻ്റെ റോൾ എനിക്ക് കിട്ടുള്ളൂ, കള്ളൻ്റെ അവന് കിട്ടുള്ളൂ, അല്ലേ? അവന് പോലീസുകാരനാവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഇല്ല. പിന്നെ ഇങ്ങനെ 2 രൂപങ്ങൾ കാണുമ്പോൾ തന്നെ ഒരേപോലെ ഇരിക്കുന്ന 5 പേരെ കണ്ട അത്രയും വലിയ രസം ഉണ്ടാവില്ല. പക്ഷേ 2-3 ടൈപ്പാണെങ്കിൽ ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കും. ഒരു വലിയവൻ, ചെറിയവൻ, എപ്പോഴും അങ്ങനെയല്ല. ലോറലാൻ്റെ അടിയിൽ ഒരു തടിച്ചാൾ, ഒരു എല്ലിച്ചാൾ, അങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആവും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് തന്നെ ബോറടിച്ചുകൊണ്ട് ഞങ്ങൾ തൽക്കാലം TV പരിപാടികളിൽ നിന്ന് മാറി നിന്ന്. എന്നിട്ടിപ്പോൾ ഒരു സിനിമയാണ് ഇപ്പോൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്, കുഞ്ഞൂട്ടൻ 916. അവരാണ് പ്രധാന കഥാപാത്രം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ തന്നെ ഇതിൽ വന്നുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ചേഞ്ച് വേണം, ഇനി വലിയ സ്ക്രീനിൽ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ പരസ്പരം തീരുമാനം എടുത്തിട്ട്, പക്ഷേ ഒരു മോട്ടിവേറ്ററാണ് എപ്പോഴും നമുക്ക് കണ്ടു പഠിക്കാൻ. നമ്മുടെ ലൈഫിൽ അവൻ്റെ കുറവുകൾ അത് കുറവായിട്ടെല്ലാം കാണുന്നത്, അത് പ്ലസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. നമുക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോൾ എനിക്ക് കൂടുതലും കോമഡി ഉത്സവത്തിലാണ് അത് കിട്ടിയത്. ഒരുപാട് കുറവുകളുള്ള ആൾക്കാർ വന്നൊരു കഴിയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഞാൻ എന്തോരം ബ്ലെസ്ഡ് ആണെന്നാണ്. നമ്മളെല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് അയ്യോ ദൈവമേ എനിക്കത് വേണം ഇത് വേണോ, എത്രയോ കുറവുകളുള്ളവർ, അവർക്ക് ജീവിതത്തിൽ ആ കുറവ് തിരിച്ചും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഞാൻ എല്ലാ പ്രതിസന്ധികളും നേരിട്ടാണ്. ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം നേരിട്ടവനാണ്. ഇപ്പോൾ വീട് മൊത്തം പോയതാണ്, അടിയിൽ നിന്ന് എൻ്റെ വണ്ടിയും എല്ലാം പോയതാണ്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കൊറോണ വന്നു, 2 വർഷം വീട്ടിലിരുന്നു. ഇപ്പോൾ കോടാനുകോടി രോഗാണുക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്ഡ് ആണ്. കാരണം അത്രക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ളൊരു ഒരു കലികാലത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ലെബനൻ, അവിടുത്തെ ഇഷ്യൂസ്, ഇവിടുത്തെ ഇതൊക്കെ നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് നിരാശയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ബ്ലെസ്ഡ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കിട്ടിയാൽ സന്തോഷപ്പെടുക. അത് എനിക്ക് പക്രൂരിൽ നിന്നും, ഇപ്പോൾ പക്രൂരിനെ കുറിച്ചാണല്ലോ ചോദിച്ചത്. അപ്പോൾ അവന് എന്തൊക്കെയോ അവനെ കാണുമ്പോൾ ഞാൻ അവൻ്റെ കുറവായിട്ട് കണ്ടിട്ടല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് അവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നോർത്തിട്ടാണ്. പക്ഷെ അവനാ ചെയ്യാൻ പറ്റാത്ത കാര്യം ഓർത്ത് അവൻ വിഷമിച്ചിരിക്കുകയല്ല, അവന് ചെയ്യാൻ പറ്റുന്ന കാര്യം തെളിയിക്കുകയാണ്. ഒരാൾക്ക് ഇപ്പം എനിക്ക് പോലും പറ്റാത്ത കാര്യം അവൻ തെളിയിച്ചിട്ടുണ്ട്, ഗിന്നസ് ബുക്കിൽ കയറുക എന്നുള്ളത്. അതാണല്ലോ ഗിന്നസ് പക്രു എന്ന് പേരിട്ടത്. എത്ര പേര് ഗിന്നസിൽ കയറിയിട്ടുണ്ട്. അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ടിനി ചേട്ടൻ ചെയ്ത വേഷങ്ങളിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങളിലൊന്നാണ് ഇന്ത്യൻ റുപ്പിയിലെ CH ആയപ്പോൾ ഉള്ളൊരു അനുഭവം.
അത് രഞ്ജിയേട്ടൻ്റെ കാസ്റ്റിംഗ് ആണ്. അത് പ്രാഞ്ചിയേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് 7ഓളം സിനിമകൾ രഞ്ജിത്ത് സാറിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകൾ ചെയ്യാൻ പറ്റി. CH കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. ഞാനത് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം അയാളുടെ 10 പൈസ ഇല്ല, വെള്ളം വെള്ളിയിട്ട് നടക്കും, സ്ഥലക്കച്ചവടക്കാരനാണ്. ആരെങ്കിലും കിട്ടുന്ന, അതായത് കഴുതപ്പുലി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതായത് പുലി തിന്നതിൻ്റെ ബാക്കിയാണ് കഴുതപ്പുലി. അപ്പോൾ അതന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ്. കയ്യിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് നടക്കുക. അത് പിന്നെ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ളതാണ്. അത് കാരണം ഇങ്ങനെ കണക്റ്റഡ് ആണത്. ഒരു കാശിൻ്റെ ഒരു ട്രാവലുണ്ട്, അത് ഒരുപാട് കണക്ട് ചെയ്ത് വന്നെങ്കിൽ അത് അങ്ങനെ ആവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ദേശീയ മികച്ച മലയാള സിനിമയിൽ ദേശീയ അവാർഡ് കിട്ടിയത്. കാരണം അതൊരു കോപ്പിയോ ഒരു ഫോറിൻ സിനിമയുടെ കോപ്പിയോ ഒന്നുമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കച്ചവടം, യുവാക്കൾ വരുന്നത് അവർക്ക് ജീവിക്കാൻ. CH എന്ന് പറയുന്നതും പൃഥ്വിരാജിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷെ ചെയ്യുന്നത് ഈ കമ്മീഷൻ ബേസിലുള്ള പരിപാടിയാണ്. അപ്പം അതിന് സാറിൻ്റെ പടങ്ങൾ അങ്ങനെയാണ്. എല്ലാം റിസർച്ച്, സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമ എല്ലാത്തിനും ഒരു റിസർച്ച് പഠനം നടന്നിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഭാഗമാകുന്നത് എനിക്ക് ഒരു ശരിക്കും ഒരു പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കോഴ്സ് ചെയ്തതിന് തുല്യമാണ്. അദ്ദേഹത്തിൻ്റെ അതിലന്നെന്നാണ് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കാൻ സാധിച്ചത് രഞ്ജിത്ത് സ്കൂൾ ഓഫ് സിനിമ എന്നാണ്. ശരിക്കും രഞ്ജിത്ത് സാറിൻ്റെ മൂവീസിലാണെന്ന് തോന്നുന്നു കൂടുതലും എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതല്ലേ? രഞ്ജിത്ത് സാറിൻ്റെ മാത്രമല്ല, ഞാൻ അല്ലാതെയും ഇപ്പോഴേ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ വലിയ വലിയ, ഇപ്പോൾ ജോഷ് സാറിൻ്റെ കൂടെ, അത് വേറൊരു സ്കൂളാണ്, അതൊരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. അതിൽ പാപ്പൻ എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ എങ്ങനെയാണ് ലൈറ്റിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ പറയേണ്ട ഡയലോഗുണ്ട്. അത് ഇതുവരെയായിട്ട് ഞാൻ, കാരണം ലൈറ്റ് ഇങ്ങനെ കിടക്കുകയാണല്ലോ, ഫ്ലാറ്റ് ലൈറ്റ്. പക്ഷെ ചിലതിന് ലൈറ്റും ചെയ്യുമ്പോൾ രാത്രിയൊക്കെ നടന്നു വരുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലെത്തുമ്പോൾ നമ്മൾ എംഫസൈസ് ചെയ്യേണ്ട ചില ഡയലോഗിൻ്റെ പീസുണ്ട്, അത് അവിടെ തന്നെ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും 4 ലൈനിൽ ഇംഗ്ലീഷ് എഴുതി പഠിക്കില്ല, നല്ല ഹാൻഡ് റൈറ്റിംഗ് തന്നാൽ ആ ട്രെയിനിങ് അതാണ്. അത് ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആണത്. അവിടെ നിന്ന് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്ത് പരാജയപ്പെടില്ല. അതൊരു സിംഹമാണ്. അപ്പോൾ ആ സിംഹക്കൂട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡൽഹിയിൽ ചെന്നപ്പോഴും ഇത് നോക്കിയപ്പോൾ പുണ്ടാക്കാനാ അവർ ചോദിച്ചു. അവർക്ക് മനസ്സിലാവില്ല, സ്ഥലം മനസ്സിലാവില്ല. അല്ലാണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇന്നോവേഷൻ കിട്ടിയാൽ ഞാൻ ചെയ്യൂ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല.